ഇപ്പോൾ 2 പ്രധാനപ്പെട്ട പ്രമുഖ നേതാക്കൾ ജയിലിൽ കിടക്കുകയാണ്. ആ ജയിലിൽ കിടത്തിയതിനെ സ്വാഗതം ചെയ്യുന്നതാണ് കോൺഗ്രസിൻ്റെ ഡൽഹിയിലെ നിലപാട്. എന്നാൽ പൊതുവായിട്ട് അവർ പറയുമ്പോൾ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഈ കേന്ദ്രം എടുത്തുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളെ സംബന്ധിച്ച് നിരന്തരം പറയുന്നുമുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ കെജ്രിവാളിനെതിരായിട്ടായാലും ഇപ്പോൾ ഇഡി ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ്. ഇതെല്ലാം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. പുതുതായിട്ട് ഒരു കാര്യവും നമുക്കതിൻ്റെ അത് പറയാനില്ല. എല്ലാ കാര്യവും മുമ്പേ പറഞ്ഞു തന്നെയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ എന്ന രീതിയിൽ എഴുതി അവതരിപ്പിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. മാധ്യമങ്ങൾ അത് പണ്ടേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഇപ്പോഴും ചെയ്യുന്നത് മാത്രമേ കാണുകയുള്ളൂ. അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിന് ശേഷമുള്ള കാര്യം നമുക്ക് അന്നേരം അന്വേഷിക്കാം. അതിലൊന്നും ഭയപ്പെടേണ്ട ഒരു കാര്യം ഞങ്ങൾ സമ്മതിച്ചില്ല പാർട്ടിക്ക്. ഞങ്ങൾക്ക് എന്താ എക്സ്ട്രാ ബാധ്യത? എന്തെങ്കിലും ബാധ്യതയാവേണ്ട എന്ത് കാര്യമുള്ളത്? അത് ഒരു കമ്പനിയാണ് മറ്റൊരു കമ്പനിയുമായിട്ടുള്ള കരാറുണ്ടാക്കുകയും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് അന്വേഷിച്ചോട്ടെ. ഞങ്ങൾക്ക് എന്ത് ബാധ്യത വന്നിരിക്കുന്നു? നിങ്ങൾ ഞങ്ങളെ മേലൊരു ബാധ്യത അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് ഇപ്പം തൽക്കാലം ശ്രമിക്കണ്ട. ഇതിപ്പം പിണറായി വിജയൻ്റെ മകൾ എന്ന് പറഞ്ഞിട്ടുള്ള അന്വേഷണമാണല്ലോ. അല്ലാണ്ട് പിണറായി വിജയനെ അതിനകത്ത് കിഴിച്ചു നോക്ക്, അതിൽ നിന്ന് മൈനസ് ചെയ്ത് നോക്ക്, പിന്നെ എന്താ അന്വേഷണം? അപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായ നിലപാടിലേക്ക് നിങ്ങൾ മാറുകയാണ്. ആ മാറ്റത്തിന് കോൺഗ്രസും BJPയും ചേർന്ന് നിലപാട് സ്വീകരിക്കുന്നു. ഈ പെറ്റീഷൻ തന്നെ കൊടുത്തിട്ടുള്ളത് കോൺഗ്രസിൻ്റെയും BJPയുടെയും പരസ്പര ബന്ധത്തോടു കൂടി ചേർത്തിട്ടുള്ള ഒരാളാണെന്ന് എല്ലാവർക്കും അറിയാലോ. അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. പഴയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ മകനല്ലേ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ അവർ തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധമൊന്നും ഞങ്ങളിപ്പോൾ വിശദീകരിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഇതെല്ലാം വെച്ചിട്ട് പത്രങ്ങളാകെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് CPM പ്രതിക്കൂട്ടിലാവും എന്നൊക്കെ ചിലർ എഴുതുന്നുണ്ട്. അതൊക്കെ അവരെ തന്നെ പ്രതിക്കൂട്ടിലാക്കുകയല്ലാണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രതിക്കൂട്ടിലാവാനുമില്ല. എന്നോട്ടെ, അതെല്ലാം പരിശോധിച്ചോട്ടെ. ഞങ്ങൾക്ക് അതിനൊന്നും പ്രശ്നമില്ല. വകുപ്പല്ല, ഏത് വകുപ്പായാലും കുഴപ്പമില്ല. ഏത് വകുപ്പിനെ സംബന്ധിച്ചായാലും ആരെപ്പറ്റിയായാലും എന്തിനെ പറ്റിയായാലും അന്വേഷിക്കുന്നല്ലേ പറയുന്നത്. അന്വേഷിക്കട്ടെ. അത് വരാൻ 4 മാസം ഉണ്ടല്ലോ. 4 മാസം കഴിഞ്ഞിട്ട് വരട്ടെ. അപ്പോൾ നമുക്കത് പറയാം. വെറുതെ ആവശ്യമില്ലാണ്ട് ഏജൻസി നടക്കാൻ പോകുന്നത്, അന്വേഷണം നടത്താൻ പോകുന്നതുകൊണ്ട് അതിൻ്റെ മേലെ കയറി പിടിക്കണം എന്ത് കാര്യമുള്ളൂ? അത് വരട്ടെ. ഭയന്നോട്ടെ, ഭയക്കേണ്ട കാര്യമില്ല. അന്വേഷണം നടത്തിക്കോട്ടെ എന്ന് സർക്കാർ ഏജൻസിയല്ലേ അന്വേഷിക്കുന്നത്. അന്വേഷിക്കട്ടെ. അതിനെന്താ നിങ്ങൾക്ക് ഇത്ര വലിയ ബേജാറ്? നിങ്ങൾക്ക് ബേജാറൊന്നുമില്ലേ? ഞങ്ങൾക്കൊട്ടും ബേജാറില്ല. ഞങ്ങൾക്കൊരു ബേജാറും അതിലില്ല. നിങ്ങൾക്ക് ബേജാറുണ്ടെങ്കിൽ അത് നിങ്ങളിങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കാതെ മാത്രമേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞല്ലോ. അത് ഞാൻ പറഞ്ഞപ്പോഴല്ലേ നിങ്ങളത് ഭയങ്കരമായിട്ട് വേറെ രീതിയിൽ ചിത്രീകരിച്ചത്. വ്യക്തിപൂജ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോടല്ലേ സംസാരിച്ചു. ഞാൻ വ്യക്തിപൂജ നടത്തിയതാ? അല്ല, ഞാൻ പറയുന്നത് ഞാൻ അന്ന് നിങ്ങളോട് വ്യക്തിപൂജയാണോ നടത്തിയത്? അന്ന് ഞാൻ പറഞ്ഞത് എന്താ? ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം. നിങ്ങൾ വെറുതെ വേണ്ടാത്ത പ്രചാരവേല നടത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഞാൻ പറഞ്ഞത് എന്താ? കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടിയെയും, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെയും ഇടതുപക്ഷ പാർട്ടികളെയും അതിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും വേട്ടയാടാൻ നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചത്, എന്നാലും ഈ പറയുന്ന ഏജൻസികളൊന്നും മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നില്ലല്ലോ എന്നാണ് നിങ്ങൾ ചോദ്യം. ആ ചോദ്യത്തിന് ഞാൻ പറഞ്ഞ മറുപടി, അത് മുഖ്യമന്ത്രി സൂര്യനെ പോലെയാണ്. കാരണം അടുത്തെത്താൻ പറ്റില്ല എന്നാ പറഞ്ഞത്. അത് അന്നും പറഞ്ഞത് ശരി, ഇന്നും പറഞ്ഞത് ശരി. ഒരു വ്യക്തിപൂജ അതിൻ്റെ അകത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഏജൻസിക്ക്, നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളല്ല കേട്ടോ, കേന്ദ്ര ഏജൻസിക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ സാധിക്കാത്ത കാര്യം അത് സൂര്യനെ പോലെയാണ്. തെറ്റായ ഒരു കാര്യത്തിനും അതിനടുത്തെത്താൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനെ വിശദീകരിച്ച് നിഷ്കളങ്കരായ ഒരുപാട് സാഹിത്യകാരന്മാരെയും കലാകാരന്മാരെയും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആ സാധിച്ചതിനോടൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. നിങ്ങളുടെ പിന്നിൽ തന്നെ വരാൻ ഞാൻ ഇല്ലതാനും. അതുകൊണ്ടാണ് ഇതേവരെ പറയായിരുന്നത്. സൂര്യനൊന്നല്ലേ ഉണ്ടാവുള്ളൂ, പിന്നെ അതിൻ്റെ സംശയം. അതായത് അഗ്നിയാണെന്നൊക്കെ പറയുന്നില്ലേ, ആ അഗ്നിക്ക് കുറച്ചും കൂടി ശക്തിയായിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ സൂര്യനാണ്. അത്രയേ ഉള്ളൂ കാണാൻ. ഞാൻ അന്നിരുന്ന MD വാസുദേവൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോഴല്ലേ MD വാസുദേവൻ പറഞ്ഞു. ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം.